ഭരണ തുടർച്ചയല്ല, ഭരണമാറ്റത്തിന്റെ തുടക്കമായിരിക്കും നിലമ്പൂരിൽ ഉണ്ടാവുകയെന്ന കോൺഗ്രസ് നേതാവ് ഷാഫി പറമ്പിൽ. നഷ്ടപ്പെട്ടതിനെ തിരിച്ചുപിടിക്കുമെന്നും ഈ സർക്കാർ മാറുകയെന്നത് കേരളത്തിലെ ബഹുഭൂരിപക്ഷത്തിന്റെ ചിന്തയാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. നിലമ്പൂർ മേഖലയിലെ വന്യമൃഗങ്ങളുടെ ശല്യം സഹിക്കാൻ കഴിയാത്ത ജനങ്ങൾ അതൊന്നും പരിഹരിക്കാത്ത ഈ സർക്കാരിന്റെ ശല്യം തീർക്കാൻ കാത്തിരിക്കുകയാണെന്നും UDFന് അനുകൂലമായ ജനങ്ങളുടെ തീരുമാനത്തിന് തടസ്സമാകാൻ പോകുന്ന ഒരു ഘടകവും നിലമ്പൂരിൽ കാണുന്നില്ലെന്നും നിലമ്പൂരിലെ ജനങ്ങൾക്ക് കൃത്യമായ രാഷ്ട്രീയ ബോധമുണ്ടെന്നും ഷാഫി പറമ്പിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA PV അൻവറിനെ കണ്ട വിഷയത്തിലും ഷാഫി പ്രതികരിച്ചു. രാഹുൽ സ്വന്തം ഇഷ്ടപ്രകാരം പോയി കണ്ടതാണെന്ന് രാഹുൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. താൻ മനസ്സിലാക്കിയിടത്തോളം കാണണമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയതാണ്. രാഹുലും മുന്നണി നേതൃത്വവും കാര്യങ്ങൾ വ്യക്തമാക്കിയതാണെന്നും ആ വിഷയം അവിടെ അവസാനിച്ചുവെന്നും ഷാഫി വ്യക്തമാക്കി. ഇനിയുള്ള ദിവസങ്ങൾ രാഷ്ട്രീയം പറയാനുള്ള ദിവസങ്ങളാണ്. ആ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാനുള്ള ദിവസങ്ങളാണ്. തെല്ലും അഹങ്കാരമില്ലാതെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് UDF. അത് ജനങ്ങൾ നൽകുന്ന ആത്മവിശ്വാസമാണെന്നും സംസ്ഥാനത്ത് പിണറായിസം അവസാനിപ്പിച്ച് ഒരു മാറ്റമുണ്ടാക്കാൻ കഴിയുന്ന ഏക മുന്നണി ഐക്യജനാധിപത്യ മുന്നണിയാണെന്നും ആളുകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ പരിഹാരമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ തങ്ങളുടെ കൂടെയുണ്ടാകുമെന്നും ഷാഫി വ്യക്തമാക്കി. അതേസമയം നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കെ ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ വാർത്തകളാണ് പുറത്തുവരുന്നത്. PV അൻവർ ആർക്കൊപ്പം നിൽക്കുമെന്ന ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിൽക്കെ അദ്ദേഹം ഒറ്റയ്ക്ക് മത്സരിച്ചേക്കുമെന്നാണ് വിവരം. അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ UDFന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുമുണ്ട്. അതിന്റെ ഭാഗമായാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സന്ദർശനം. ഒറ്റയ്ക്ക് മത്സരിക്കുന്ന കാര്യത്തിലും പരിഗണനയിലാണ് എന്നായിരുന്നു PV അൻവർ പറഞ്ഞത്. ഈ സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അർദ്ധരാത്രിയിലെ സന്ദർശനമുണ്ടായത്. PV അൻവർ മത്സരിച്ചാൽ UDFന്റെ ജയസാധ്യതയ്ക്ക് മങ്ങലേൽക്കുമെന്ന് ഉറപ്പാണ്. സംസ്ഥാന ആഭ്യന്തര വകുപ്പിൽ സംഘപരിവാർ പിടിമുറുക്കിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ തടയുന്നില്ലെന്നും ആരോപിച്ചാണ് PV അൻവർ LDF വിട്ടതും MLA പദവി രാജിവെച്ച് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നതും. തുടർന്നാണ് നിലമ്പൂരിൽ ഉപതിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. UDFനൊപ്പം ചേരാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമം ഇതുവരെയും വിജയിച്ചിട്ടില്ല. ഇതിൽ അസ്വസ്ഥനായി PV അൻവർ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവും UDF ചെയർമാനുമായ VD സതീശനെതിരെ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. UDF സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്തിനെ പ്രഖ്യാപിച്ചത് അൻവറിന്റെ രൂക്ഷ വിമർശനത്തിന് ഇടയാക്കുകയും ചെയ്തു. M സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ കടുത്ത പോരാട്ടത്തിന് തയ്യാറാണ് എന്ന് LDF പ്രഖ്യാപിച്ചു. സാധാരണ മലപ്പുറം ജില്ലയിൽ പൊതു സ്വതന്ത്രനെ തിരയുന്ന രീതി മാറ്റിവെച്ചാണ് CPM മുതിർന്ന നേതാവിനെ തന്നെ കളത്തിലിറക്കിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ PV അൻവറിന്റെ പിന്തുണ വിജയത്തിന്റെ ആക്കം കൂട്ടുമെന്ന് UDF കരുതുന്നുമുണ്ട്. അദ്ദേഹം തനിച്ചു മത്സരിച്ചാൽ വോട്ടുകൾ ചിതറുമെന്നും UDF മനസ്സിലാക്കുന്നു. അതാണ് അനുനയ നീക്കത്തിന് ശ്രമം ഊർജിതമാക്കിയത്. അർദ്ധരാത്രി നടന്ന ചർച്ചയുടെ ഫലം വൈകാതെ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.